ഇന്നൊരു ചിക്കൻ ബിരിയാണി ആയാലോ? അപ്പം റൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് മല്ലിയിലേക്ക് ഇടുക. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കണം. അതിന് മുമ്പ് നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ സവോളയും കുറച്ച് വറുത്ത് കോരുന്നുണ്ട്. ഈ സവോള ഇങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ ഇത് കൂടുതൽ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ട് സവോളയൊക്കെ വറുത്ത് കോരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് മസാലയൊക്കെ പുരട്ടിയാണ് ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. കുക്കറിൽ 2 വിസിൽ കേൾപ്പിക്കുക ചെയ്യണം ചിക്കൻ. പിന്നെ മസാല നമ്മൾ സവോള ഇതെല്ലാം ചേർത്തിട്ട് മസാല വേറെ സെപ്പറേറ്റ് ഞാൻ എണ്ണയിലൊക്കെ വഴറ്റി അതിനകത്തേക്കാണ് ബാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അവസാനം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഈ മസാലയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തിളച്ചൊക്കെ റെഡിയാകുമ്പോൾ സെറ്റാവും. അപ്പം ചെറിയൊരു സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഉള്ളതാ ചിക്കനൊക്കെ റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി സെറ്റാക്കി കഴിക്കാം. ഞാൻ രണ്ടും സെപ്പറേറ്റാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത്. എന്നിട്ട് കഴിക്കുമ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഇരുന്നാലും മോശമായി പോകത്തില്ല. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. പക്ഷെ അപ്പം അധികമായി, കാരണം നേരം വൈകി 2 മണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.